رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا. صدق الله. സത്യവിശ്വാസികളായ സഹോദരൻ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവൻ്റെ നിയമനിർദ്ദേശങ്ങളനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെ ഞാൻ ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ, ഉന്നതമായ, ശ്രേഷ്ഠമായ ദീനിന്റെ വിധിവിലക്കുകളനുസരിച്ചാണ് നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നതെങ്കിൽ മരണാനന്തരം അഥവാ നാളെ പരലോകത്ത് നിത്യശാന്തിയും സമാധാനവും ലഭിക്കും, അഥവാ സ്വർഗം ലഭിക്കുമെന്ന സന്തോഷവാർത്ത ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നതെങ്കിൽ മരണാനന്തരം അഥവാ നാളെ പരലോകത്ത് നിത്യ അശാന്തിയും കഠിനമായ ശിക്ഷയുമാണ് നമ്മെ കാത്തിരിക്കുന്നത്, അഥവാ നരകമുണ്ട് എന്ന മുന്നറിയിപ്പ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ, ഉന്നതമായ, ശ്രേഷ്ഠമായ ദീനിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരൻ, വിശുദ്ധ ഖുർആൻ ധാരാളം ചരിത്രങ്ങളെ നമുക്ക് പറഞ്ഞു തരും. വിശുദ്ധ ഖുർആനിലെ ചരിത്രങ്ങൾ അത് കേവലം ആസ്വദിക്കാനുള്ളത് മാത്രമല്ല. ചരിത്രങ്ങൾ പറഞ്ഞ സ്ഥലത്തൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച ഒരു വാക്കുണ്ട്. സത്യത്തിൻ്റെ കഥ എന്ന് പറഞ്ഞിട്ടാണ്, യാഥാർത്ഥ്യത്തിൻ്റെ കഥ എന്ന് പറഞ്ഞിട്ടാണ്, വസ്തുത എന്ന് പറഞ്ഞിട്ടാണ് വിശുദ്ധ ഖുർആൻ ആ കഥകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ചരിത്രങ്ങളുടെ പിന്തുടർച്ച എക്കാലവും ഉണ്ടായിക്കൊണ്ടേയിരിക്കാറുണ്ട്, ഉണ്ടായിട്ടുണ്ട്. ഭൂമിയിലെ മനുഷ്യോൽപത്തി മുതൽ, അഥവാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രങ്ങൾ വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ നമുക്ക് വരച്ച് കാണിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം വന്നിട്ടുള്ള, പിന്നീട് വന്ന ചരിത്രകാരന്മാർ, മനുഷ്യന്മാർ, അവരും അവരുടെ കഥകൾ അഥവാ ചരിത്രങ്ങളെ കൃത്യമായി രേഖപ്പെടുത്തി വെക്കപ്പെട്ടു. ഈ ചരിത്രങ്ങളൊക്കെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനാണ്, ചരിത്രത്തിൽ നിന്ന് അതിൻ്റെ കാമ്പുകൾ ഉൾക്കൊള്ളാനാണ്. ചരിത്രങ്ങൾ അത് പിന്നീട് സൃഷ്ടിക്കപ്പെടാനുള്ളതാണ്. കേവലം വായിച്ച്, കേവലം അതിൽ ആനന്ദം കൊണ്ടും അതിൽ സുഖം കൊണ്ടുമൊക്കെ കഴിഞ്ഞു പോകാനുള്ളത് മാത്രമല്ല. അതിൽ ചരിത്രങ്ങൾ സൃഷ്ടിച്ച യുവതയെക്കുറിച്ച്, യുവാക്കളെക്കുറിച്ച്, യുവമനുഷ്യരെ കുറിച്ച്
വിശുദ്ധ ഖുർആനിലും ഹദീസിലും പിന്നീട് വന്നിട്ടുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിലുമൊക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തുകയും എഴുതപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മഹാനാവുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്, ലതുഫ്തഹന്നൽ ഫുസ്തൻദീനിയ വലിനിഅമൽ അമീറു അമീറുഹാ വലിനിഅമൽ ജയ്ഷു ദാലിക ജയ്ഷ്. ഇതൊരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അഥവാ കോൺസ്റ്റാന്റിനോപ്പിൾ അത് കീഴടക്കപ്പെടും. അത് കീഴടക്കപ്പെടുന്ന അമീർ, അതിൻ്റെ ഭരണാധികാരി, അത് നേതൃത്വം നൽകുന്നവർ എത്ര മഹത്തായ മനുഷ്യനാണെന്നറിയാമോ? ആ സൈന്യം അത് മഹത്താവുന്ന സൈന്യമാണ് എന്ന് ഒരു ഹദീസാണ്. ഈ ഹദീസ് ചരിത്രത്തിൽ മുഹമ്മദ് ഇബ്നു ഫാത്തിഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ ഹദീസ് വായിക്കുകയാണ്. അദ്ദേഹത്തെ കുറിച്ചല്ല പറഞ്ഞത്, പക്ഷെ അദ്ദേഹം മനസ്സിലാക്കുകയാണ് ഇത് എന്നെ കുറിച്ചാണ് പറഞ്ഞത് എന്ന്. ഞാൻ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ കഥയെ, ഈ ചരിത്രത്തിന്റെ സൃഷ്ടിപ്പ്, അത് നടത്തൽ എൻ്റെ ബാധ്യതയാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുകയാണ്. അങ്ങനെ അദ്ദേഹം പിന്നീട് ആ ചരിത്രം സൃഷ്ടിക്കാൻ തീരുമാനിക്കുകയാണ്. അദ്ദേഹത്തെ പിന്നീട് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് മുഹമ്മദ് ഇബ്നു ഫാത്തിഹ് എന്നാണ് അദ്ദേഹത്തെ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ 80 വർഷത്തിന് ശേഷം അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുകയാണ്. അതിലേക്ക് അദ്ദേഹം സൈന്യത്തെ നയിച്ച് ആ സൈന്യത്തെ കീഴടക്കുകയാണ്. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ്, അത് പ്രവാചകൻ ഇന്ന വ്യക്തി എന്ന് പറഞ്ഞില്ല, ഇന്ന ആൾ എന്ന് പറഞ്ഞില്ല. പക്ഷേ പിൽക്കാലത്തെ യുവാക്കൾ, യുവത, മുസ്ലിം സമൂഹം അത് മനസ്സിലാക്കിയത് ഇത് എന്നെ കുറിച്ചാണെന്നും, ഇത് ഞാനാണ് അതിൻ്റെ സൃഷ്ടിപ്പ് നടത്തേണ്ടതെന്നും, ഞാനാണ് അതിൻ്റെ വക്താവാകേണ്ടത് എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഹദീസ് ശിരസ വഹിക്കുകയാണ്. ആ ഹദീസ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് ഹൃദ്യസ്ഥമാക്കുക മാത്രമല്ല, നമ്മുടെ പണ്ഡിതറസുകളിൽ അതിന്റെ സനദുകൾ സഹിതം ഇങ്ങനെ ഹിഫ്ളാക്കും, അത് ഹിഫ്ളാക്കും, മറ്റുള്ളവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. പക്ഷേ അത് സൃഷ്ടിച്ചെടുക്കാൻ, അതിന്റെ പുനർസൃഷ്ടിപ്പ് നടത്താൻ പലരും തയ്യാറാകാറില്ല. ഇവിടെയാണ് മുഹമ്മദ് ഇബ്നു അൽ ഫാത്തിഹ് ഹിജ്റ 92 അല്ല 1453 അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്നത്. അത് കീഴടക്കിക്കൊണ്ട് അദ്ദേഹം കീഴടക്കാൻ വേണ്ടി അവിടേക്ക് പോകുന്ന സമയത്ത് ആ അദ്ദേഹത്തിന്റെ ചിന്തയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും മുഴുവൻ അങ്ങനെയാക്കി തീർക്കുന്ന, അദ്ദേഹത്തിന്റെ ചിന്തയും പ്രവർത്തനങ്ങളും മുഴുവൻ എനിക്കത് കീഴടക്കണമെന്ന ആഗ്രഹത്തോടു കൂടി അദ്ദേഹം അത് കീഴടക്കുന്നു. വീണ്ടും ചരിത്രത്തിൽ പിന്നീട് അതിനുശേഷം നമുക്ക് കാണാൻ പറ്റും, ഒരു മൊറോക്കക്കാരനാകുന്ന മനുഷ്യൻ താരിഖ് ബിൻ സിയാദ് എന്ന് പറയുന്ന മനുഷ്യൻ. ആ മൊറോക്കക്കാരനാകുന്ന താരിഖ് ബിൻ സിയാദ് മൂസ ബിൻ സൈറിന്റെ വിശ്വസ്തനാകുന്ന, അവിടുത്തെ ഭരണാധികാരിയായിരുന്ന മൂസ ബിൻ സൈറിന്റെ വിശ്വസ്തനാകുന്ന ഒരു സൈന്യാധിപനായിരുന്നു. അദ്ദേഹമാണ് ഹിജ്റ 92 അദ്ദേഹം ഇന്നത്തെ സ്പെയിൻ, ഇന്ന് നമ്മൾ കളിയിലൂടെ അറിയപ്പെടുന്ന സ്ഥലമാണല്ലോ സ്പെയിൻ. ആ സ്പെയിൻ ഇസ്ലാമികത്തിന്റെ കീഴിലേക്ക് അദ്ദേഹം കൊണ്ടുവരുന്നത്. അദ്ദേഹം സ്പെയിനിലേക്ക് എത്തിപ്പെടുന്ന ഒരു രംഗം ചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം സ്പെയിനിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കുറെ സൈന്യങ്ങളുമായിട്ടാണ് അദ്ദേഹം സ്പെയിനിലേക്ക് എത്തുന്നത്. അവിടെ എത്തി ഒരു കടൽ കടന്നാണ് അദ്ദേഹത്തിന് അപ്പുറത്തേക്ക് പോകേണ്ടത്. കുറെ സൈന്യങ്ങളുമായി വന്നിറങ്ങുന്ന അദ്ദേഹം വന്ന 3 കപ്പലുകൾ ഉണ്ടായിരുന്നു. ആ 3 കപ്പലുകളും അദ്ദേഹം കത്തിച്ചു കളഞ്ഞു.
എന്തിനാണെന്നറിയോ കത്തിച്ചു കളഞ്ഞത്? ഒന്നുകിൽ വിജയം, അല്ലെങ്കിൽ ഇവിടെ വീര രക്തസാക്ഷിത്വം. ഒന്നുകിൽ വിജയം കിട്ടണം, അല്ലെങ്കിൽ രക്തസാക്ഷിത്വം ലഭിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി അദ്ദേഹം ആ സൈന്യങ്ങൾ പിന്തിരിഞ്ഞോടാതിരിക്കാൻ ആ കപ്പലുകൾ കത്തിച്ചു കളഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ ചരിത്രം സൃഷ്ടിച്ചു. ആ സ്പെയിൻ പിന്നീട് നീണ്ട 897 വരെ, ഹിജറ 897 വരെ അത് ഇസ്ലാമിക ഭരണത്തിന് കീഴിലായിരുന്നു. അത് ക്രൈസ്തവ അത് കീഴടക്കുന്നത് വരെ. ഇന്ന് നമ്മൾ കളിയിലൂടെ കാണുന്ന ഒരാളുണ്ട്. ആ കളിയിലൂടെ കാണുന്ന മനുഷ്യൻ ചരിത്രങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. അയാളുടെ സ്ഥലം മൊറോക്കക്കാരനാണ്. അയാൾ സ്പെയിനിലേക്ക് വന്ന താമസമായ മനുഷ്യൻ, ഒരു 19 വയസ്സുകാരൻ. അദ്ദേഹം കളിയിലൂടെ, അത് എടുത്തു പറയേണ്ട ഒന്നാണ്. കളിയിലും അതുപോലെ തന്നെ മറ്റെല്ലാ മേഖലകളിലും കാര്യങ്ങളുണ്ട്. ആ സ്പെയിൻ എന്ന രാജ്യത്തിന്റെ ആ പ്രദേശം, അവിടുത്തെ അവർ പറഞ്ഞത് പലസ്തീനിലെ കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്ന, അവരുടെ പാർപ്പിടങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം അവർ ഈ വേൾഡ് കപ്പിൽ കളിക്കുമെങ്കിൽ അവരോടൊപ്പം ഞങ്ങൾ കളിക്കാൻ സന്നദ്ധരല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു വന്നവരാണ്. അവരുടെയാണ് എന്ത് ചെയ്യുന്നത്? ആ കളിക്കളത്തിൽ അവരെ തോൽപ്പിച്ചുകൊണ്ട് കടന്നുപോയത്. യാദൃച്ഛികമായി പറഞ്ഞു. അതുപോലെ വീണ്ടും ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും സലാഹുദ്ദീൻ അയ്യൂബിയെ. കുറച്ച് കഥകൾ ഇങ്ങനെ പറഞ്ഞു പോകുകയല്ലേ, ചരിത്രത്തിൽ ഒന്ന് ഓടിച്ചു പോവുകയാണ്. ആ ചരിത്രം നിങ്ങൾ വായിക്കുകയും ചരിത്രം നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. സലാഹുദ്ദീൻ അയ്യൂബി അദ്ദേഹമാണ് പിന്നീട് പലസ്തീനിനെ കീഴ്പ്പെടുത്തുന്നത്. പലസ്തീൻ അവരുടെ അണ്ടറിലേക്ക് കൊണ്ടുവരുന്നത്, ഇസ്രായേലിനെ കീഴ്പ്പെടുത്തി പലസ്തീനിലെ അവിടെ എന്ത് ചെയ്യുന്നത്? അദ്ദേഹം അവിടെ ഇസ്ലാമിക രാഷ്ട്രത്തെ സ്ഥാപിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം നൂറുദ്ദീൻ സെൻകി എന്ന് പറയുന്ന ഒരാൾ കൂടി അദ്ദേഹത്തിന്റെ സഹായത്തിന് അദ്ദേഹമാണ് അദ്ദേഹം ഇവിടേക്ക് അയക്കുന്നത് എന്ന ചരിത്രം വിശാലമാണ്. അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ സൂചനയിൽ നൽകി പോവുക. അങ്ങനെ ചരിത്രം, ആ ചരിത്രങ്ങൾ ലോകത്ത് സൃഷ്ടിക്കപ്പെടാൻ, അതങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടേ ഇരിക്കാനുള്ളതാണ്. പക്ഷേ നമ്മളിൽ നിന്ന് എത്ര ആളുകൾ ചരിത്രങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്? നമ്മളിൽ നിന്ന് എത്ര ആളുകൾ അതിന്റെ ചരിത്രത്തിന്റെ സൃഷ്ടിപ്പിന് വേണ്ടി നമ്മൾ തയ്യാറാകുന്നുണ്ട്? മുൻകഴിഞ്ഞു പോയ ആളുകളുടെ ചരിത്രങ്ങളും കഥകളും വായിച്ച് നമ്മൾ ആനന്ദം കൊള്ളുമ്പോൾ ആ ചരിത്രത്തിന് വേണ്ടി പലതും നഷ്ടപ്പെട്ടവർ, ചരിത്രം സൃഷ്ടിക്കാൻ പലതും നഷ്ടപ്പെട്ട ആളുകളെ നമ്മൾ ഓർക്കുകയോ പഠിക്കുകയോ ചെയ്യാറില്ല എന്നുള്ളതാണ്. പക്ഷെ ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്താണ് ചരിത്രമെന്നും ആ ചരിത്രം കൊണ്ടുള്ള ദോഷം എന്താണെന്നും ആ ചരിത്രം സമൂഹത്തിൽ നടത്തുന്ന സ്വാധീനം എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരുണ്ട്. ഇസ്ലാമിന്റെ ശത്രുക്കളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ചരിത്ര സ്മാരകങ്ങളും ചരിത്ര സ്തംഭങ്ങളും ചരിത്ര യാഥാർത്ഥ്യങ്ങളും ചരിത്ര സ്ഥലങ്ങളും ചരിത്ര പുസ്തകങ്ങളും ചരിത്രവും അവർ വിസ്മൃതിയിലേക്ക് അറിയാൻ, ആ ചരിത്രങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ പുതിയൊരു തലമുറ ഈ ചരിത്രങ്ങൾ പഠിക്കരുതെന്നും ആ ചരിത്രങ്ങളിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളരുത് എന്നും മനസ്സിലാക്കിയ ഇസ്ലാമിന്റെ ശത്രുക്കൾ ചരിത്രത്തെ നാമാവിശേഷമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലമായിട്ടാണ് ഇന്ത്യയിലേക്കും ഇസ്ലാം കടന്നു വന്നതും ചരിത്രങ്ങളും നമ്മുടെ സ്കൂളുകളിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ PM ശ്രീ എന്ന കേന്ദ്രത്തിന്റെ ചില ഉദ്ദേശങ്ങളോടെ കേന്ദ്രം ചരിത്രങ്ങളിലും പാഠപുസ്തകങ്ങളിലും ഇടപെടുകൊണ്ട് ആ ചരിത്രങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമം നടത്തുമ്പോൾ അതിന് നമ്മുടെ ആളുകളും അറിയാതെ കൂട്ടുപിടിച്ചുകൊണ്ടിരിക്കുക. ചരിത്രം സൃഷ്ടിക്കുക എന്നുള്ളത്, ചരിത്രത്തിന്റെ ആളുകളായി തീരുക എന്നുള്ളത് വളരെ പ്രയാസകരമായ, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അൽ മുഅ്മിനുല്ലദീ യുഖാലിതുൻ നാസ വയസ്ബിറു അലാ മാ അദാഹും അഅലമു അജ്റൻ മിനൽ മുഅ്മിനീന ലാ യുഖാലിതുൻ നാസ വലാ യസ്ബിറു അലാ അദാഹും. ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ,
ജനങ്ങളുടെ ഇടയിൽ നിന്ന് വരുന്ന പ്രയാസങ്ങൾ ഉണ്ടാകും, അവരിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അവരിൽ നിന്നുള്ള പീഡനങ്ങളും മർദ്ദനങ്ങളും ഒക്കെ ഉണ്ടാകും, അവരിൽ നിന്നുള്ള പലതും സഹിക്കേണ്ടി വന്നവരും അവരുടെ ഇടയിൽ ജീവിക്കാതെ ഒറ്റപ്പെട്ടു പോയി ഇതൊന്നും സഹിക്കുകയും ചെയ്യാതിരിക്കുന്നവരും ഒരിക്കലും തുല്യരല്ല, ഒരിക്കലും അവർക്കല്ല ആ പ്രതിഫലാർഹർ. ജനങ്ങളുടെ ഇടയിൽ ജീവിച്ച് അവരുടെ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അനുഭവിച്ചവരാണ് എന്ന്. നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ഏതാണെന്നറിയോ? തൊട്ടു മുന്നെയായി ജന്തർ മന്ദർ എന്ന് പറയുന്ന നമ്മുടെ ഭരണശിലാകേന്ദ്രത്തിന്റെ തലസ്ഥാന നഗരിയിൽ, ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ അവിടെ ഒരു പ്രക്ഷോഭം നടത്തി. അത് വിദ്യാർത്ഥികളാണ്, അവർ യാദൃച്ഛികമായി ഒരുമിച്ച് കൂടിയവരാകാം, ഒക്കെയാകാം. പക്ഷേ അവിടെയാണ് നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് ചോദിച്ചു വാങ്ങാൻ സന്നദ്ധരായി, ത്യാഗം സഹിക്കാൻ സന്നദ്ധരായി രംഗത്ത് വരുമ്പോൾ എത്ര വലിയ അക്രമികളാകുന്ന ഭരണാധികാരികളും എത്ര വലിയ ധിക്കാരികളും എത്ര വലിയ നിഷേധികളും അവർക്ക് മുന്നിൽ മുട്ടുമടക്കി പോകും, അവർക്ക് മുന്നിൽ മുട്ടുമടക്കി നിൽക്കപ്പെടുമെന്നതിൻ്റെ ഒരു നേർചിത്രം കൂടെയാണ്. പക്ഷെ അതിനേക്കാൾ എത്രയോ മനോഹരമാകുന്ന ചരിത്രങ്ങളാണ് സലാഹുദ്ദീൻ അയ്യൂബിയിലൂടെ, മുഹമ്മദ് ഇബ്നു ഫാത്തിഹിലൂടെ, അതുപോലെ തന്നെ ധാരാളം ചരിത്രങ്ങളിലൂടെ മുസ്ലിം സമൂഹം ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ള വിപ്ലവങ്ങൾ, ആ ചരിത്രങ്ങൾ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ കൃത്യമായി എഴുതി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. നമ്മൾ ജുമുഅ ദിവസം നമ്മൾ പാരായണം ചെയ്യപ്പെടാറുള്ള ഒരു ഖുർആൻ ഒരു സൂറയുടെ ഒരു അധ്യായമുണ്ട്, സൂറ കഹ്ഫ് ഉണ്ട്. ആ സൂറ കഹ്ഫിൽ അല്ലാഹു ചോദിക്കുന്നത് നഹ്നു നഖ്സു അലൈഹിം നബഅഹും ബിൽ ഹഖ് എന്ന് പറഞ്ഞിട്ട് യാഥാർത്ഥ്യത്തിന്റെ, സത്യത്തിന്റെ, യഥാർത്ഥ വസ്തുതയുടെ ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിക്കുന്ന ചോദ്യം നമ്മളെല്ലാ ജുമുഅയിലും എല്ലാ ജുമുഅ ദിവസവും എല്ലാവരും ആവർത്തിച്ച് വളരെ താല്പര്യത്തോടു കൂടി അതിന്റെ സുന്നത്തെടുക്കാൻ, അതിന്റെ മറ്റ് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി നമ്മൾ താല്പര്യത്തോടു കൂടി പാരായണം ചെയ്യാറുള്ള ഒരു അധ്യായമാണ് സൂറ കഹ്ഫ്. ആ കഹ്ഫിൽ ഒരു ഗുഹാവാസികളുടെ കഥ പറഞ്ഞു തരുന്നുണ്ട്, ഒരു ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. എന്താണെന്നറിയോ ചരിത്രം? വറബതിന അലാ ഖുലൂബിഹിം ഇദ് ഖാമു ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശഖഖ. വിശുദ്ധമാകുന്ന ഖുർആൻ വളരെ വിശദമായി സൂറ കഹ്ഫ് വായിച്ചു നോക്കുന്നവർക്ക് കാണാൻ പറ്റും. അവർ എഴുന്നേറ്റ് നിന്നപ്പോൾ എന്നാണ് അല്ലാഹു പറയുന്നത്, അവർ എഴുന്നേറ്റ് നിന്നപ്പോൾ ഞാൻ അവർക്ക് ശക്തി നൽകി, അവർക്ക് ഞാൻ കരുത്ത് നൽകി. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ ഉറങ്ങിക്കിടക്കുകയാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ മൊബൈൽ ഗെയിമുകളിലോ കളിയിലോ തമാശകളിലോ വിനോദങ്ങളിലോ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ ഏർപ്പാടുകളുമായി, നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളുമായി കറങ്ങിത്തിരിഞ്ഞ് അവിടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ കടന്നു വരാനില്ല. എഴുന്നേറ്റ് നിന്നപ്പോൾ അവരുടെ ഹൃദയങ്ങളെ ഞാൻ ശക്തിപ്പെടുത്തി, അവരുടെ ഹൃദയങ്ങൾക്ക് ഉറപ്പ് നൽകി. തന്റെ ഇടത്തോടെ ആർജവത്തോടെ എഴുന്നേറ്റ് നിന്ന അവരെ അല്ലാഹു സുബ്ഹാനഹു തആല സഹായിക്കുന്ന രംഗമാണ് പറയുന്നത്. അവർ പ്രഖ്യാപിച്ചത് എന്താണ്? ഞങ്ങളുടെ അല്ലാഹു അല്ലാത്ത വേറൊരാളോട് ഞങ്ങൾക്ക് ഞങ്ങളുടെ അപരാധികളും പ്രയാസങ്ങളും ഞങ്ങൾക്ക് പറയാനില്ല. ഭൗതികമാകുന്ന ചുറ്റുപാടുകളിലേക്കല്ല അവർ നോക്കിയത്. ഭൗതികമാകുന്ന ഭരണാധികാരികളിൽ നിന്നുള്ള രക്ഷയോ സമാധാനമോ അവരിൽ നിന്നുള്ള തലോടലുകളോ അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങളോ അല്ല അവർ ചോദിച്ചത്. അവർ ചോദിച്ചത് എന്താ? എൻ്റെ റബ്ബിന് വേണ്ടി, പടച്ചവന് വേണ്ടി, അല്ലാഹുവിന് വേണ്ടി, അല്ലാഹുവിന്റെ ഭാഗത്തേക്ക് അവർ എഴുന്നേറ്റ് നിന്നപ്പോൾ അല്ലാഹു അവരുടെ ഹൃദയങ്ങൾക്ക് ശക്തി നൽകി. മാത്രമല്ല പ്രകൃതിയെ തന്നെ അവർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു. അല്ലാഹു അങ്ങനെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അവരെ ഗുഹയിൽ അകപ്പെട്ടു പോയി, ആ ഗുഹയിലേക്ക് അകപ്പെടുത്തി, ഗുഹയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകൃതിയുടെ ഉദയ അസ്തമനങ്ങളെ അവരിലേക്ക് കൊണ്ടുപോകാതെ അല്ലാഹു തെറ്റിച്ചു കൊണ്ടുപോയെന്നാണ്. ഇത് കേവല കഥയല്ല, നഹ്നു നഖ്സുഹും ബിൽ ഹഖ്, യാഥാർത്ഥ്യത്തിന്റെ വസ്തുതയുടെ ചരിത്രമാണെന്ന് അല്ലാഹു പറയുന്നത്. നമ്മൾ വായിക്കണം.
വായിക്കണം. ചരിത്രം വായിക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ചെയ്യണം. അള്ളാഹു പ്രകൃതി അവർക്ക് ഒരുക്കി കൊടുത്തു. എങ്ങനെ ഒരുക്കി കൊടുത്തു? അവരെ ഒരുക്കി സുഖമായി ഉറക്കി. എത്ര വർഷമെന്ന? 300-ലധികം വർഷം. അക്രമിയും അനീതിയും ധിക്കാരം നടത്തിയ ഒരു ഭരണാധികാരിയുടെ നാട്ടിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി. അവരെ ചെയ്തത് എന്താണ്? നിങ്ങൾ ചെയ്യുന്നത് ധിക്കാരമാണ്, നിങ്ങൾ ചെയ്യുന്നത് നിഷേധമാണ്, നിങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾ അവരോട് ചോദ്യം ചോദിച്ചു. എഴുന്നേറ്റ് നിന്നു. ചോദ്യം ചോദിക്കുകയും എഴുന്നേറ്റ് നിൽക്കുകയും നെറികേടിനെതിരെ ശബ്ദമുയർത്തുകയും ചെയ്യുന്നവർക്കാണ് യഥാർത്ഥത്തിൽ അവരെയാണ് ആ ഭരണാധികാരികൾ തള്ളിക്കളയുക, അവരെയാണ് ചോദ്യം ചെയ്യുക, അവരെയാണ് അംഗീകരിക്കാതിരിക്കുക, അവരെയാണ് ആട്ടി ഓടിക്കുക, അവരെയാണ് കല്ലെറിയുക, അവരെയാണ് സമൂഹം ഭ്രഷ്ട് കൽപ്പിക്കുക. അങ്ങനെ അവരെന്ത് ചെയ്യും? മാറ്റി നിർത്താൻ ശ്രമിച്ചപ്പോൾ അള്ളാഹു പ്രകൃതിയെ ഒരുക്കി കൊടുത്തിട്ട് സൂര്യന്റെ ഉദയ അസ്തമനങ്ങളെ അള്ളാഹു കൃത്യമായി ഒരുക്കി കൊടുത്തുകൊണ്ട് അവരെ അള്ളാഹു ഗുഹയിൽ 300-ലധികം വർഷം അവരെ സംരക്ഷിച്ച അള്ളാഹു. എന്നിട്ട് അള്ളാഹു പിന്നീട് പറയുന്നത് വകദാലിക മിൻ ആയാതില്ലാഹ്, ഇത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്, ഇത് അള്ളാഹുവിന്റെ തെളിവുകളാണ്, ഇത് അള്ളാഹുവിന്റെ രേഖകളാണ്. മയ്യഹ്ദില്ലാഹു ഹുവൽ മുഹ്തദി, സന്മാർഗം പ്രാപിക്കാനുള്ള ആളുകൾക്ക് അതൊരു വഴികാട്ടിയാണ്, അതൊരു വഴിയാണ്. സന്മാർഗികൾക്ക് അതൊരു വഴിയാണ്, വഴികാട്ടിയാണെന്നാണ് ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് ചെയ്യുന്നത് പരിചയപ്പെടുത്തുകയും പറയുകയും ചെയ്യുന്നു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചരിത്രത്തിൻ്റെ പുനഃസൃഷ്ടിപ്പിൻ്റെ ആളുകളായി മാറുന്നു. പ്രത്യേകിച്ച് എൻ്റെ യുവാക്കളോട്, ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചരിത്രം പഠിക്കണം, നിങ്ങൾ ചരിത്രം പഠിക്കണം. ചരിത്രത്തിന്റെ പുനർവായന നിങ്ങളിലൂടെ നടക്കണം. രാജ്യത്ത് അക്രമവും അനീതിയും ധിക്കാരവും നിലകൊള്ളുമ്പോൾ അതിലൊന്നും ഞാൻ അറിഞ്ഞില്ല, അതൊന്നും എൻ്റെ ബാധ്യതയല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകാൻ നമുക്ക് സാധ്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വിശുദ്ധമാകുന്ന ഖുർആൻ യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തിന്റെ ആളുകളെ സാക്ഷ്യപ്പെടുത്തുന്ന, അവർക്ക് വേണ്ടി വസ്തുതകൾ പറഞ്ഞു കൊടുക്കാൻ അവർ സാക്ഷ്യപ്പെടുത്തിയ ആളുകളെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി ആ ഒരു പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത് നിന്നൊരു മനുഷ്യൻ ഓടി വരുന്ന രംഗം പറയുന്നുണ്ട്. അള്ളാഹു പറയുന്നുണ്ട്, ഞാൻ 2 ആളുകളെ, മുസ്ലിം 2 ആളുകളെ ഞാൻ അവരിലേക്ക് അയച്ചു, പിന്നെ 3 ആളുകളെ അയച്ചു, പിന്നെ 4-മനായി ഞാൻ വേറൊരാളെ കൊണ്ട് അവരെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവർ ആ മനുഷ്യനെ എറിഞ്ഞുകൊള്ളുന്ന രംഗം. അദ്ദേഹം സ്വർഗത്തിലിരുന്ന് അത് ആസ്വദിക്കുന്ന, അതിൻ്റെ അനുഭൂതികൾ ആസ്വദിക്കുന്ന രംഗമാണ് സൂറ യാസീൻ നമുക്ക് പറഞ്ഞു തരുന്നത്. സൂറത്ത് ഹൃദയമെന്നാണല്ലോ നമ്മൾ പറയാം, ഖൽബുൽ ഖുർആൻ എന്നാണല്ലോ. എല്ലാ വീടുകളിലും നമ്മൾ പാരായണം ചെയ്യുന്നതാണല്ലോ. മരണപ്പെടുന്ന മനുഷ്യൻ, മരണാസന്നനാകുന്ന മനുഷ്യന്റെ മുന്നിൽ നമ്മൾ പാരായണം ചെയ്യുന്നതാണല്ലോ. അതിനുശേഷവുമൊക്കെ നമ്മൾ പാരായണം ചെയ്യുന്നതാണല്ലോ. ഇത് കേവലം പാരായണം ചെയ്ത് മാറ്റി നിർത്താനുള്ളതാണോ? അല്ല, ഇത് ആവർത്തിക്കപ്പെടാനുള്ളതും മനസ്സിലാക്കപ്പെടാനുള്ളതുമാണ്. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനുള്ളതാണ്. അല്ലേ? വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്ആ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എൻ്റെ ജനത അറിഞ്ഞിരുന്നെങ്കിൽ എന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെ അള്ളാഹു തന്നെ പിന്നെ സാക്ഷ്യപ്പെടുത്തി കൊടുക്കുന്നു. കണ്ടോ, അദ്ദേഹത്തിന് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് പിന്നീട് എന്ത് ചെയ്യുന്നത്? അതിന് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ശരീരമനങ്ങാതെ നമ്മൾ ഇരിക്കുകയല്ല, മറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുകയും ചെയ്യേണ്ടവരാണ്. വലാ തഹിനൂ വലാ തഹ്സനൂ വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾക്ക് ഭീരുത്വം ബാധിക്കരുത്, നിങ്ങൾക്ക് നിരാശ ബാധിക്കരുത്, ദുഃഖം ബാധിക്കരുത്, നിങ്ങൾ നിഷ്ക്രിയരാകരുത്. നിങ്ങൾ അങ്ങനെ നിഷ്ക്രിയരാകാനുള്ളവരല്ല, മറിച്ച് നിങ്ങൾ ആരാകണം? നിങ്ങൾ തന്നെയാണ് ഭൂമിയിലെ ജേതാക്കൾ, നിങ്ങൾ തന്നെയാണ്. പക്ഷേ സത്യവിശ്വാസികൾ ആണെങ്കിൽ പരിശോധിക്കൂ,
നമ്മുടെ ഈമാൻ പരിശോധിച്ചു നോക്കൂ. ഞാൻ സത്യവിശ്വാസിയാണോ? സത്യവിശ്വാസിയാണെങ്കിൽ അല്ലാഹു സൂറ അൽ ഇംറാനിൽ അല്ലാഹു പറയുന്നു വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്ക് നിരാശയും നിഷ്ക്രിയത്വമൊന്നും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. പക്ഷെ നിങ്ങൾ സത്യവിശ്വാസികളാണോ എന്ന് നിങ്ങൾ എന്ന് ആലോചിച്ചു നോക്കി. പിന്നീടും അല്ലാഹു പറയുന്നുണ്ട്, നിങ്ങൾക്ക് മുമ്പുള്ള ജനതയ്ക്ക് ധാരാളം മുറിവുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുക്കൾക്ക് മുറിവുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കും എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾക്കും അത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അല്ലാഹു പറയാണ് ഇത് ജനങ്ങളുടെ ഇടയിൽ അത് അല്ലാഹു ഇങ്ങനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കും. വിജയവും പരാജയവും എല്ലാം അല്ലാഹു അങ്ങനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് വിജയം നൽകും, ചിലപ്പോൾ അവർക്ക് വിജയം നൽകും. അതിനാണ് ചരിത്രത്തിൽ നിന്നും എന്ത് ചെയ്യണം? നമ്മൾ പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാകണം. ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളുന്നവരായാൽ തീർച്ചയായും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ചില ഉദാഹരണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇപ്പോഴും ഇങ്ങനെ പഠിത്തരുന്നത്. പലസ്തീനിലേക്ക് നോക്കൂ. ഇപ്പോൾ തന്നെ അവിടെ എല്ലാം നശിപ്പിച്ച് കളയാമെന്ന് വ്യാമോഹിച്ചു പോയവർ കഴിഞ്ഞ 3 വർഷമായി അവിടെ ഒരു ചെറിയ പ്രദേശത്ത് ഇന്നും അവിടെ മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുന്നവർ, അവരിന്നും അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ, പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുന്നവർ, അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. وما لكم لا تقاتلون في سبيل الله والمستضعفين من الرجال والنساء والولدان الذين يقولون ربنا أخرجنا من هذه القرية الظالم أهلها واجعل لنا من لدنك وليا واجعل لنا من لدنك نصيرا. ഇന്ത്യയുടെ ഓരോ തെരുവോരങ്ങളിലും മനുഷ്യ സമൂഹം അവരുടെ കുടിലുകളിൽ നിന്ന് ആട്ടിയിറക്കപ്പെടുന്നവർ, അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കുന്നവർ, അവരുടെ വിദ്യാഭ്യാസങ്ങൾ നിഷേധിക്കുന്നവർ, തൊഴിലുകൾ നിഷേധിക്കുന്നവർ, അവരുടെ മറ്റെല്ലാ നിലയിലുള്ള ജീവിത സ്വാതന്ത്ര്യങ്ങളെയും നിഷേധിച്ചു കൊണ്ടിരിക്കുന്നവർ, അവരുടെ പൗരത്വങ്ങൾ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നവർ. അതിൻ്റെ കാഴ്ചകൾ ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് കിട്ടിയ ചില സുഖ സൗകര്യങ്ങളിൽ അവിടെയുള്ള നിലവിളികളോ അവിടെയുള്ള കുട്ടികളുടെയോ അതായത് മുതിർന്ന പൗരന്മാരുടെയോ പ്രായം ചെന്ന ആളുകളുടെയോ കുട്ടികളുടെയോ സ്ത്രീകളുടെയോ നിലവിളികളോ അവരുടെ പ്രാർത്ഥനകളോ കേൾക്കാൻ നമുക്ക് മനസ്സില്ലാതെ പോകുന്നുണ്ട് എങ്കിൽ നമ്മൾ ചരിത്രത്തിന് പുറംതിരിഞ്ഞു നിൽക്കുന്നവരാ, യാഥാർത്ഥ്യത്തിന് പുറംതിരിഞ്ഞു നിൽക്കുന്നവരാ. അങ്ങനെ യാഥാർത്ഥ്യത്തിന് പുറംതിരിഞ്ഞു നിൽക്കുന്നവരാകാൻ പാടില്ല എന്ന് എന്ത് ചെയ്യാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വലിയഅലമല്ലാഹു അല്ലദീന ആമനൂ വയത്തഖിറും ശുഹദാ മിൻകും ശുഹദാ. അല്ലാഹു പറയുന്നു, നിങ്ങളിൽ നിന്ന് സത്യവിശ്വാസികൾ ആരാണെന്ന് തിരിച്ചറിയാനും നിങ്ങളിൽ നിന്ന് രക്തസാക്ഷികളെ ഉണ്ടാക്കിയെടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ നടപടിക്രമങ്ങൾ അങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, നാം സത്യവിശ്വാസികളെന്ന്, നാം സത്യവിശ്വാസം ഉൾക്കൊണ്ടവരെന്ന നിലയിൽ നമ്മുടെ സഹോദരങ്ങൾക്കിടെ ആ പീഡനങ്ങളും മർദ്ദനങ്ങളും അനുഭവിക്കുമ്പോൾ അവിടെ അവർക്കുള്ള പരിഹാരങ്ങൾ കണ്ടെത്താൻ നാം രംഗത്ത് വരും. പ്രാർത്ഥനയിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും, പ്രാർത്ഥനകൾ കൊണ്ട് മാത്രം കഴിയില്ല, പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് വരാൻ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. പ്രത്യേകിച്ച് യുവജനത, അവർ മൊബൈലുകളിലും ഗെയിമുകളിലും മറ്റനാവശ്യങ്ങളിലും മുഴുകി നമ്മുടെ സമയങ്ങളില്ലായ്മ ചെയ്യാതെ നമ്മൾ നേരിൻ്റെ പക്ഷത്തേക്ക്, നേരിൻ്റെ കഥയും നേരിൻ്റെ സത്യവും യാഥാർത്ഥ്യവും അത് നിർമ്മിച്ചെടുക്കാൻ, പുനർസൃഷ്ടിപ്പ് നടത്താൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സ്വാലിഹീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകളെ അല്ലാഹു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ അല്ലാഹു സഹായിക്കുമാറാകട്ടെ. അല്ലാഹു ഇഷ്ടപ്പെടുന്ന സമയത്ത് അവൻ്റെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല ശ്രേഷ്ഠമായ ഉന്നതമായ മരണം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കും.